പാലക്കാട് നഗരത്തിൽ നിന്നാണ് ഷംന ചേരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഷംന, നഗരത്തിലെ ബൂത്തുകളിൽ പൊതുവെ ഉച്ചസമയത്തും അങ്ങനെ തിരക്ക് കുറയാറില്ല. ഉച്ചയ്ക്ക് ശേഷം വന്ന് വോട്ട് ചെയ്യാമെന്നൊക്കെ കരുതിയിരിക്കുന്നവരും ഉണ്ടാകും. എന്താണ് കൽപ്പാത്തിയിലെ ആ ബൂത്തിൽ നിന്നുള്ള കാഴ്ച? അവിടുത്തെ ഒരു പോളിംഗ് ശതമാനവും എങ്ങനെയാണ്? രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഈ പാലക്കാട് ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ അനുഭവപ്പെടുന്നത്. ഏകദേശം 1 മണിയോടുകൂടി തന്നെ 50% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു ജില്ലയിൽ. എന്തായാലും പക്ഷേ ഈ ഒരു ഉച്ച സമയത്ത് 1 മണിക്ക് ശേഷം ചെറിയ രീതിയിലുള്ള ഒരു മന്ദഗതിയുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ ഉച്ച സമയമായതുകൊണ്ടുള്ള ഈ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നതിന്റെ ഒരു സമയമായിരിക്കാം. എന്തായാലും ഇപ്പോൾ നിലവിൽ 2 മണി വരെ 55% പോളിംഗ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച ഒരു പോളിംഗ് തന്നെയാണ്. പക്ഷേ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് നഗരസഭയിലേക്ക് പോളിംഗ് ഇത്തവണ ഒരു ചെറിയ കുറവ് കാണപ്പെടുന്നുണ്ട്. മറ്റ് നഗരസഭകളെ വെച്ച് നോക്കുമ്പോൾ, അതായത് പാലക്കാട് ജില്ലയിൽ മൊത്തം 7 നഗരസഭകളാണ് ഉള്ളത്. ഇതിൽ പാലക്കാട് നഗരസഭയിലാണ് നിലവിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 48% 2 മണി വരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ചിറ്റൂരാണ്. ചിറ്റൂർ നഗരസഭയിലാണ്. എന്തായാലും വലിയ ഒരു തിരക്കൊക്കെയായിരുന്നു രാവിലെയൊക്കെ. പ്രത്യേകിച്ചും ഈ പാലക്കാട് തന്നെ ഇന്ന് ഏറ്റവും ശ്രദ്ധ നേടുന്നത് കുന്നത്തൂർ മേടാണ്. കുന്നത്തൂർ മേടിൽ രാഹുൽ എത്തുമോ? ഈ ഒളിവിൽ കഴിയുന്ന MLA ജാമ്യം കിട്ടിയതിനെ തുടർന്ന് ഇന്ന് എത്തുമോ, വോട്ട് രേഖപ്പെടുത്തുമോ എന്നൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയർന്നത്. അതുകൊണ്ട് തന്നെ കുന്നത്തൂർ മേട് ഏറ്റവും ശ്രദ്ധ നേടുന്ന ഒരു ബൂത്ത് കൂടിയായി മാറുന്നുണ്ട്. ചേട്ടാ, വോട്ട് ചെയ്തോ? എങ്ങനെയുണ്ട് ഇത്തവണ? ആര് പിടിക്കും നഗരസഭ? MLA വരുമോ നിങ്ങളുടെ? അതും കണ്ടറിയാൻ വേണം. ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ. ഗോകുൽ, അതാണ് MLA വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം എന്നാണ് ഇപ്പോൾ ഈ വോട്ടർമാരടക്കം പറയുന്നത്. എന്തായാലും വലിയ തിരക്കുണ്ട്. മാത്രവുമല്ല, നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് നഗരസഭ ബാക്കിയുള്ള ജില്ലകളെ സംബന്ധിച്ച് തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധ നേടുന്ന ഒരു നഗരസഭ കൂടിയാണ്. കഴിഞ്ഞ 10 വർഷമായി BJP ആണ് അധികാരത്തിലുള്ളത്. ആ ഭരണ തുടർച്ച അത് ഇത്തവണയും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഭരണം തിരിച്ചു പിടിക്കാനാവും എന്ന വലിയ പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. പക്ഷേ വലിയ വലിയ ചർച്ചകളൊക്കെ ഇത്തവണ കഴിഞ്ഞ തവണത്തെ ഒക്കെ അപേക്ഷിച്ച് ചൂടേറിയ ചില രാഷ്ട്രീയ ചർച്ചകൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ഉയർന്നു വന്ന ചില ആരോപണങ്ങളും അതേ തുടർന്നുള്ള കേസും. UDF പ്രവർത്തകർക്ക് വേണ്ടി വളരെ സജീവമായാണ് MLA പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ തിരിച്ചടി ആകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മാത്രമല്ല, BJPയെ സംബന്ധിച്ച് വിഭാഗീയതയായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. നമ്മളോടൊപ്പം BJP നേതാവ് C. കൃഷ്ണകുമാറുണ്ട്. ചേട്ടാ, BJPയെ സംബന്ധിച്ച് ഏറ്റവും ഒരു തലവേദനയായി അല്ലെങ്കിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഈ ഉള്ളിലുള്ള വിഭാഗീയത തന്നെയായിരുന്നു. എന്ത് തോന്നുന്നു? ഇന്ന് പോളിംഗ് പൊതുവെ പാലക്കാട് നഗരസഭയിലാണ് പോളിംഗ് കുറവ് രേഖപ്പെടുത്തുന്നത്. അല്ല, വിഭാഗീയത എന്നുള്ളത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചാണ്. ഞങ്ങളുടെ ഉള്ളിൽ ഒരു വിഭാഗീയതയും ഇല്ല എന്നുള്ളത് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ളത്. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ സമയത്ത് കോൺഗ്രസിലായിരുന്നു ഏറ്റവും കൂടുതൽ വിമതന്മാർ. ഞങ്ങൾ വളരെ ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി യാതൊരുവിധ അപസ്വരങ്ങളും ഇല്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. നഗരസഭയിൽ പ്രത്യേകിച്ച് നഗരമേഖലയിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമാണ് നഗരമേഖലയിൽ പോളിംഗ് കൂടുക. 6 മണി വരെ പോളിംഗ് സമയമുള്ളതുകൊണ്ട് ഒരു 4 മണിക്ക് ശേഷം നഗരമേഖലയിൽ പോളിംഗ് കൂടും. ഒരു 100% ഞങ്ങൾ 30 സീറ്റിലധികം നേടിക്കൊണ്ട് ഇത്തവണ തുടർഭരണം നേടും. പാലക്കാട് വീണ്ടും പാലക്കാട് ജനത ഒരു വികസിത കേരളം BJP 3.0 വേണ്ടിയിട്ട് വിധിയെഴുതും. ഈ രാഹുലിന് ഇപ്പോൾ ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് രാഹുൽ എത്തും, വോട്ട് ചെയ്യും എന്നൊക്കെ ചില സൂചനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാവും? അല്ല, KPCC പ്രസിഡന്റിന്റെ ഇരട്ടത്താപ്പ് നിങ്ങളിന്ന് കണ്ടല്ലോ. രണ്ടാമത്തെ കേസിൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് പാർട്ടി പുറത്താക്കി എന്ന് അവകാശപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഇപ്പോഴും വാദിക്കുന്ന ഒരു KPCC പ്രസിഡന്റാണോ അതോ ഈ സ്ത്രീപീഡക സംഘത്തിൻ്റെ പാറ്റേൺ ആണോ അദ്ദേഹം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സംശയം. അപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ്. ഈ പാലക്കാട്ടുകാരെ അദ്ദേഹം വന്ന് വോട്ട് ചെയ്താലും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു കാര്യമല്ല, വോട്ട് ചെയ്യാതിരുന്നാലും ഞങ്ങൾക്ക് കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങളതിനെക്കുറിച്ച് ബോധറിയണേയില്ല. കോൺഗ്രസ് ചെയ്യേണ്ടത് ഇനിയെങ്കിലും പാലക്കാട്ടുകാരെയും കേരളത്തിലെ സ്ത്രീ സമൂഹത്തെയും വഞ്ചിക്കാതിരിക്കണം. എന്തായാലും ഗോകുൽ, ഇത്തവണ രാഹുൽ തന്നെയാണ് ചർച്ചാ വിഷയം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് പാലക്കാട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 24,33,000. ശേഷം ഇനി ഒരു 3-3.25 മണിക്കൂറോളം ബാക്കിയുണ്ട്. കഷ്ടിച്ച് 3.25 മണിക്കൂർ ബാക്കിയുണ്ട്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുമോ എന്നതാണ് പാലക്കാട്ടെ ഒരു കൗതുകം.
വിമത ഭീഷണിയും ഉൾപാർട്ടി പോരുമൊക്കെ CPM-നും അതേപോലെ തന്നെ BJP-ക്കും ഒക്കെ തലവേദനയായ ഇടമാണ് പാലക്കാട്. ഇത്തവണ നഗരമേഖലയിൽ പോളിംഗ് താരതമ്യേന പാലക്കാട് നഗരസഭയിൽ കുറയുന്നു എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.